പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ഥിരമായി നമസ്കരിക്കാൻ ഒരു പിതാവും മോനും വരാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ അവരെ സ്ഥിരമായി കാണാറുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷങ്ങൾ അന്വേഷിക്കാറുമുണ്ട്. പെട്ടെന്നൊരു ദിവസം ഈ പിതാവിനെയും കുഞ്ഞിനെയും കാണാതെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുൽ കിറാമിനോട് ചോദിച്ചു, ആ പിതാവിനെയും മോനെയും കാണുന്നില്ലല്ലോ, ഇപ്പോൾ അവരിപ്പോൾ എവിടെയാണ്? സഹാബത്ത് റസൂലുള്ളാഹിയോട് പറയും, നബിയെ, ഞങ്ങളും അദ്ദേഹത്തെ കണ്ടിട്ട് കുറച്ചായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന കാഴ്ച കരഞ്ഞ് അവശനായി വീട്ടിലിരിക്കുന്ന പിതാവിനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം അന്വേഷിച്ചു. അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ കണ്ണിന് കുളിർമയായി അല്ലാഹു തആല തന്ന എൻ്റെ സന്താനത്തെ പടച്ചവൻ തിരിച്ചു വിളിച്ചു. അതിൻ്റെ വേദനയിലാണ് ഞാൻ കഴിയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു. സ്വർഗത്തിലൊരു വീടുണ്ട്. ആ വീടിൻ്റെ പേരാണ് ബൈത്തുൽ ഹംദ് എന്നുള്ളത്. അതിൻ്റെ പശ്ചാത്തലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് വരുന്ന മരണത്തിൻ്റെ മാലാക ഓരോ വീട്ടിലെ കുഞ്ഞു മക്കളുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് മടങ്ങി പടച്ചവനടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഈ മലക്കുകളോട് അല്ലാഹു തആല ചോദിക്കും, എൻ്റെ പ്രിയപ്പെട്ട അടിമ അവൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ആത്മാവിനെ പിടിക്കുന്ന വേളയിൽ എന്തായിരുന്നു പ്രതികരണമെന്ന്. മലക്കുകൾ പറയും, പടച്ചോനെ, നിൻ്റെ പ്രിയപ്പെട്ട അടിമ അവൻ്റെ പ്രിയപ്പെട്ടവൻ്റെ റൂഹെടുത്തപ്പോൾ, അല്ലെങ്കിൽ റൂഹെടുത്തതിൻ്റെ വേർപാടിൽ പറഞ്ഞത്, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അവനാണ് സർവ്വസ്തുതിയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം ഇസ്സത്തോടു കൂടി മലക്കുകളോട് പറയും, എൻ്റെ അടിമയ്ക്ക് നീ സ്വർഗത്തിലൊരു വീട് വെച്ചു കൊടുക്കണം. ആ വീടിന് നീ ബൈത്തുൽ ഹംദ് എന്ന് പേരും വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവിനോട് പറയും, നിൻ്റെ മകൻ്റെ വേർപാടിൽ നീ ക്ഷമിച്ചതിന് കാരണമായി സ്വർഗത്തിൽ അല്ലാഹു തആല നിനക്ക് ഒരു വീട് പണിതിട്ടുണ്ട്. അതാണ് ബൈത്തുൽ ഹംദ് എന്നുള്ളത്. എത്ര രസകരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പിതാവിനെ ആശ്വസിപ്പിക്കുന്നത്. നമ്മളും അത്തരത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ കാണേണ്ടത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.